എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സാധാരണ LED എന്ന് വെച്ചാൽ DC LED എങ്ങനെ നമുക്ക് കറണ്ടിലൂടെ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മച്ചന്മാരെ, ഇത് ക്രിയേറ്റ് ചെയ്തതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് 14007 എന്ന് പറയുന്ന ഡയോഡാണ് ആവശ്യമുള്ളത്. അതിൻ്റെ ഒരു 4 നമുക്ക് ആവശ്യമുണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഡയോഡിൽ വരയുള്ള ഭാഗമുണ്ട്. അതിൻ്റെ 2 ഡയോഡ് എടുത്തിട്ട് വരയുള്ള 2 ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ഇതുപോലെ തന്നെ പിരിച്ച് ജോയിൻറ്റ് ചെയ്യണം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടുത്ത 2 ഡയോഡുകൾ എടുത്തതിന് ശേഷം അതിൻ്റെ വരയില്ലാത്ത 2 ഭാഗങ്ങൾ തമ്മിൽ ഇതേപോലെ തന്നെ നമുക്കത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൃത്യമായിട്ട് അതിനെ പിരിച്ച് ജോയിൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം അതിൻ്റെ സൈസ് നമുക്ക് ഇതുപോലെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ പിരിക്കുന്ന സൈസ് ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് നല്ലതായിട്ട് ഇതുപോലെ പിരിച്ച് ചെയ്തെടുത്താൽ മതി. അതിന് നന്നായി ഇങ്ങനെ പിരിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് 2 ഒരു ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗവും വരയുള്ള ഭാഗവും ജോയിൻ്റ് ആകുന്ന രീതിയിൽ ഇതിനെ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ പിരിച്ചെടുക്കണം. ഇപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനെ പിരിച്ചെടുക്കുക. 2 സൈഡും ഒരേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് പിരിച്ചെടുക്കുക. ഇതുപോലെ വീഡിയോ കാണുന്ന രീതിയിൽ നന്നായി ഇതിനെ പിരിച്ചെടുക്കുക. അതിനുശേഷം എക്സസ് വരുന്ന നമുക്ക് ഭാഗങ്ങളിൽ അത് സോൾഡർ ചെയ്ത് കൊടുക്കുക. എക്സസ് മീൻസ് ഇതുപോലെ അറ്റങ്ങൾ നല്ലതായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യം, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത സമയത്ത് തന്നെ സോൾഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എനിക്ക് അന്നേരം അങ്ങനത്തെ വോൾട്ടേജിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് അത് ചൂടാവുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല കൃത്യമായ ടൈമിൽ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എക്സസ് ആയിട്ട് നിൽക്കുന്ന അറ്റങ്ങൾ കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇതുപോലെ സോൾഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന ബാക്കി എൻഡുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി ഇതിൻ്റെ ലെഗിൻ്റെ എൻഡുകളെല്ലാം സോൾഡർ ചെയ്ത് കൊടുക്കാം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നല്ല വോൾട്ടേജ് ഉള്ള സമയത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അതേപോലെ അല്ലെങ്കിൽ ഇതേപോലെ സോൾഡർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് 220 മൈക്രോ ഫാരഡയുടെ 35 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് ഞാനിത് എടുത്തേക്കുന്നത്. ആ കപ്പാസിറ്റർ നമ്മുടെ 2 വരയുള്ള ഭാഗങ്ങളും 2 വരയില്ലാത്ത ഭാഗങ്ങളും തമ്മിൽ നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മൈനസ് പോയിൻ്റ് എന്ന് വെച്ചാൽ കപ്പാസിറ്ററിന് മൈനസ് പോയിൻ്റ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത് പോലെ കണക്ട് ചെയ്യുക. അതിനെ നന്നായി നൂത്തെടുത്തതിന് ശേഷം 2 ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ 2 വരയില്ലാത്ത ഭാഗങ്ങളുടെ ആ ഭാഗത്തേക്ക് കപ്പാസിറ്ററിൻ്റെ മൈനസ് ലെഗ് അവിടേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനായിട്ട് കപ്പാസിറ്ററിൻ്റെ മൈനസ് ലെഗ് എടുത്തിട്ട് 2 വരയില്ലാത്ത ഭാഗങ്ങളിലേക്ക് അവിടെ പിരിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ സോൾഡർ ചെയ്തോ മതി. നല്ലതായിട്ടിരിക്കാനായിട്ട് നമ്മളൊന്ന് പിരിച്ച് കൊടുത്തതിന് ശേഷം സോൾഡർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ മൈനസ് ഭാഗം ജോയിൻറ്റ് ചെയ്യുക. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള 2 വരയുള്ള ഭാഗങ്ങളുടെ സൈഡിലേക്ക് പ്ലസ് പോയിൻറ്റും ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കൃത്യമായി ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ 2 അറ്റങ്ങൾ നമ്മൾ സോൾഡർ ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു വരയില്ലാത്ത ഭാഗവും ഒരു വരയുള്ള ഭാഗവും ജോയിൻ്റ് ആവുന്ന ഭാഗത്തേക്ക് നമുക്ക് പോസിറ്റീവോ നെഗറ്റീവോ ഇല്ലാത്ത പോളിസ്റ്റർ കപ്പാസിറ്റർ നമ്മുടെ മാർക്കറ്റിൽ കിട്ടും. അത് 105Kയുടെ വാല്യൂ ഉള്ളത്. അതിൽ 2 ലെഗിനും പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു അളവെടുത്തതിന് ശേഷം അതിൻ്റെ നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ വരയുള്ള ഭാഗവും വരയില്ലാത്ത ഭാഗവും ചേരുന്ന സ്ഥലത്തേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിന് ശേഷമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ റെസിസ്റ്റർ എടുക്കണം. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 680Kയുടെ റെസിസ്റ്റർ എടുത്തതിന് ശേഷം അതുപോലെ അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം
നമ്മുടെ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്ന വെച്ചാൽ പോളിസ്റ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കുന്ന ഒരു എൻഡിലേക്ക് സോൾഡർ ചെയ്യുക. അതിനുശേഷം കപ്പാസിറ്ററിൻ്റെ തന്നെ അടുത്ത ലെഗിലേക്ക് അത് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അവിടെ പിരിച്ച് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതവിടെ പിരിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ സോൾഡർ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോൾഡർ ചെയ്തതിന് ശേഷം എക്സസ് വരുന്ന പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് സെന്നർ ഡയോഡാണ്. സെന്നർ ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയോഡാണ് നമ്മുടെ സർക്യൂട്ടിൽ തീരുമാനിക്കുന്നത് ഔട്ട്പുട്ടായിട്ട് എത്ര വോൾട്ട് വേണം. അപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം ആ വോൾട്ടേജ് അനുസരിച്ച് സെന്നർ ഡയോഡ് വാങ്ങിക്കാൻ ശ്രമിക്കുക. 12 വോൾട്ടാണ് ഔട്ട്പുട്ട് വേണ്ടതെങ്കിൽ 12 വോൾട്ടിൻ്റെ തന്നെ സെന്നർ ഡയോഡ് വാങ്ങിക്കുക. മാർക്കറ്റിൽ ലഭ്യമാണ്. സെന്നർ ഡയോഡ് നമ്മൾ കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ മൈനസ് വരുന്ന ഭാഗത്തേക്ക്, കപ്പാസിറ്ററിൻ്റെ മൈനസ് വരുന്ന ഭാഗത്തേക്ക് സെന്നർ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗവും കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗം നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ പ്ലസ് പോയിൻറ്റിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ എളുപ്പത്തിനായിട്ട് തല തിരിച്ച് വെച്ചതിന് ശേഷമാണ് ചെയ്യുന്നത്. അത് നമുക്കിപ്പോൾ നോക്കി കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ കണക്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരയുള്ള 2 ഡയോഡുകളുടെ ഭാഗത്തിലേക്ക് നമ്മുടെ സെന്നർ ഡയോഡും അതേ പൊസിഷനിൽ തന്നെ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വരയില്ലാത്ത ഭാഗത്തിലേക്ക് നമ്മുടെ സെന്നർ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗവും കണക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ ഒരു സൈഡും പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ മറ്റൊരു സൈഡിലുമാണ്, അടുത്ത എൻഡിലുമാണ് നമ്മുടെ AC കണക്ട് ചെയ്യേണ്ടത്. ബാക്കി 2 എൻഡുകളിലാണ് നമ്മൾ DC സപ്ലൈ നമുക്ക് ലഭിക്കുന്നത്. അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു LED കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ടൊരു LED എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് കപ്പാസിറ്ററിൻ്റെ 2 എൻഡുകളിൽ അവിടെയാണ് നമുക്ക് DC ലഭിക്കുന്നത്. കപ്പാസിറ്ററിൽ മൈനസ് സൈൻ കാണിച്ച് വന്നിടത്ത് മൈനസും ലൈറ്റിൻ്റെ മൈനസും അതുപോലെ തന്നെ പ്ലസ് ഭാഗത്തിലേക്ക് ലൈറ്റിൻ്റെ പ്ലസ് പോയിൻറ്റ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. സോൾഡർ ചെയ്തതിന് ശേഷം അടുത്ത 2 എൻഡുകൾ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്. അവിടേക്ക് നമ്മൾ DC സപ്ലൈ നമ്മളിപ്പോൾ അവിടോട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളിപ്പം 2 വയർ എടുത്തതിന് ശേഷം നമ്മുടെ 2 എൻഡുകളിലും എക്സസ് ആയിട്ട് നിൽക്കുന്ന 2 എൻഡുകളിലും നമ്മളിപ്പോൾ സോൾഡർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ ഒരു പോയിൻറ്റിലും അതുപോലെ തന്നെ പോളിസ്റ്റർ കപ്പാസിറ്ററിൻ്റെ അവിടെ എക്സസ് നിൽക്കുന്ന അടുത്ത പോയിൻറ്റിലുമാണ് നിങ്ങളിവിടെ സപ്ലൈ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു ഭാഗത്ത് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത എൻഡിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സർക്യൂട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടേക്ക് നമുക്ക് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലൈറ്റ് വർക്കായി. നമ്മളിപ്പം മെയിനായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ DC ആണെങ്കിൽ പോലും ഇതിൻ്റെ പല എൻഡുകളിലും നമുക്കിവിടെ കറണ്ട് സപ്ലൈ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിതുപോലെ ഇത് DC ആണെന്ന് കരുതി LED അറ്റത്ത് അങ്ങനെയുള്ള എൻഡുകളിൽ പോയി ടച്ച് ചെയ്ത് നോക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അവിടെ നിങ്ങൾക്ക് ഷോക്കിൽ എന്തായാലും അടിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നന്നായി ഈ സർക്യൂട്ട് ഒരു പ്ലാസ്റ്റിക് കേസിൻ്റെ അകത്ത് കവർ ചെയ്ത് യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് വെക്കുകയാണെങ്കിൽ ഈ ലൈറ്റിൻ്റെ LED എൻഡിലും നിങ്ങൾ കറണ്ട് വരും. അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ടെസ്റ്ററിൽ ഇപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട്. കറണ്ട് സപ്ലൈ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായി കവറൊക്കെ ചെയ്ത് ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.